In this particular episode, which is part 4 of the series Balancing Work and Family, I will share tips and experiences on how you can plan work again. പ്രത്യേകിച്ച് ബ്രേക്ക് എടുത്ത് ഒരു വലിയ ബ്രേക്കിന് ശേഷം തിരിച്ച് ജോലിയിലേക്ക് കയറുന്ന സ്ത്രീകൾക്കും ആൻഡ് ഫോർ ഓൾസോ പീപ്പിൾ ലൈക്ക് മീ ഹൂ വെർ അറ്റ് എ സർട്ടൻ പോയിന്റ് ഇൻ ടൈം ഗോയിങ് ആബ്സൊല്യൂട്ട്ലി ക്രേസി, ഭ്രാന്ത് പിടിച്ച് വീട്ടിലിരിക്കുന്ന അമ്മമാർ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങി ഒന്ന് ജോലിയൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന അമ്മമാർക്ക് വേണ്ടി റെലവെൻ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. In this episode, I will share tips and certain experiences that will help you navigate through the decision making process before you step out of the house. Hello everyone, you are on my YouTube channel and I am Dhanya Verma. In case you do not know me, I am a former news presenter and also a talk show host. I host a show called The Happiness Project, which is a bilingual Malayalam English talk show on Madhubhumi Kappa TV. If you like the content that I'm going to present out here and if you like the videos that I have uploaded so far, please do press the like, share and subscribe button, because every subscription is a huge encouragement and a step forward for me in this journey, and I would love you to share this journey with me. ആദ്യത്തെ കാര്യം, throw away that guilt. ദ ഗിൽറ്റ് ഇസ് ഹിയർ ടു സ്റ്റേ. നമ്മൾ ജോലിക്ക് പോയാലും പോയില്ലെങ്കിലും ദ ഗിൽറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും. വീട്ടിലിരിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ വിചാരിക്കും, അയ്യോ ഞാൻ ഇത്രയും പഠിച്ചിട്ട് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ, ഞാൻ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ലല്ലോ, എൻ്റെ അച്ഛനും അമ്മയും ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ വളർത്തിയെടുത്ത് പഠിപ്പിച്ചതാണ്, എന്നിട്ട് നോക്കൂ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഐ എം ജസ്റ്റ് സിറ്റിംഗ് അറ്റ് ഹോം ആൻഡ് വേസ്റ്റിംഗ് മൈ ടൈം. നമ്മൾ ജോലിക്ക് പോകുന്ന അമ്മയാണെങ്കിലോ, അയ്യോ വിചാരിക്കും എൻ്റെ കുഞ്ഞ് മരുന്ന് കഴിച്ചോ ദൈവമേ, അവളുടെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇന്ന് ആരെങ്കിലും കാണുമോ അവളെ നോക്കാൻ, അവൾ ഇന്ന് കുളിപ്പിക്കേണ്ട ദിവസമാണല്ലോ, തലയിൽ എണ്ണ തേച്ചിട്ടില്ലല്ലോ. അതൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വീട്ടിലെ കുട്ടികളെ കുറിച്ച് ആലോചിച്ച് നമ്മൾ വിഷമിക്കും. അപ്പോൾ ഗിൽറ്റ് എന്തായാലും ഉണ്ട്. നിങ്ങളോടൊപ്പം നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരു വീട്ടമ്മയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഗിൽറ്റ് ഉണ്ടാവും. ഏതർ വേസ് യു ഹാവ് ടു ലേൺ ടു ലിവ് വിത്ത് ഇറ്റ്. ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ മമ്മൂട്ടി ബെസ്റ്റ് ആക്ടർ അവാർഡ് എന്നൊരു ഷോ ചെയ്യായിരുന്നു. എനിക്കൊന്നും ഇത് 2011 തോന്നുന്നു, സീസൺ 2 ഹോസ്റ്റ് ചെയ്യുന്നത് ഞാനായിരുന്നു. അപ്പോൾ ആ ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ ഫെബ്രുവരി ഇന്ന ഡേറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. തിരിച്ച് വീട്ടിലൊക്കെ എത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു സ്കൂളിൽ നിന്ന്, ആനുവൽ ഡേ പ്രോഗ്രാമാണ്, അതേ ദിവസം തന്നെ എൻ്റെ മോള് പെർഫോം ചെയ്യണം. അപ്പോൾ എൻ്റെ മോൾക്ക് 4 വയസ്സ് LKG ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് ആണ് അവളുടെ. ആൻഡ് ഐ ഡിഡ്ന്റ് വോണ്ട് ടു മിസ് ഇറ്റ് ഫോർ എനിത്തിങ് ഇൻ ദിസ് ലൈഫ്. ആൻഡ് മൈ പേരൻസ് ആൻഡ് മൈ ഇൻലോസ് ദേ ഹാഡ് ഓൾ കം ഡൗൺ. ആര്യയുടെ ഫസ്റ്റ് പെർഫോമൻസ് കാണാൻ വേണ്ടി എല്ലാവരും വന്നിരുന്നു. അപ്പം മമ്മൂട്ടി ബെസ്റ്റ് ആക്ടറിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നതും എൻ്റെ മോളുടെ ആനുവൽ ഡേ സെലിബ്രേഷൻസും രണ്ടും ഒരേ ദിവസം തന്നെ. അപ്പോൾ ഞാൻ എന്ത് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയി, ആകെ ടെൻഷനും വിഷമോ. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ സ്ഥലത്തില്ല താനും. അപ്പോൾ ഞാൻ എന്തായാലും പോകണം. അപ്പോൾ സ്കൂളിൽ പോയി ടീച്ചേഴ്സിനോട് സംസാരിച്ചു. അവർ പറഞ്ഞു അവർക്കൊന്നും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഡേറ്റ് അല്ല അവരുടെ പ്രോഗ്രാം പോലും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതെല്ലാം ചോക്ക് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, ഇത്രയും കുട്ടികളുടെ കാര്യം നോക്കണ്ടേ. ആൻഡ് ഐ ഫെൽറ്റ് ഓക്കെ, ഇനി എനിക്ക് പുഷ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അത് അവിടെ വിട്ടു. പിന്നെ ഞാൻ തിരിച്ച് ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിൽ പോയി എൻ്റെ ടീംമേറ്റ്സിനോടും എൻ്റെ ബോസിനോടൊക്കെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു സർ എനിക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യണം എന്നുണ്ട്, നിങ്ങൾ പ്ലീസ് എന്നെ അനുവദിക്കണം. അപ്പോൾ ഏഷ്യാനെറ്റിൽ എൻ്റെ ബോസ് പറഞ്ഞു ശരി തന്നെ എന്നാൽ പോയി പരിപാടി അറ്റൻഡ് ചെയ്തോളൂ, പക്ഷേ 11 മണിക്ക് ഇവിടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ജഡ്ജസ് ആരൊക്കെയാണ്? വലിയ വലിയ ആൾക്കാരാണ്. രേവതി മാം, രഞ്ജിത്ത് സർ ഡയറക്ടർ ആൻഡ് വേണു സർ സിനിമാറ്റോഗ്രാഫർ. സോ ഇവരൊക്കെയാണ് ജഡ്ജസ്. അപ്പോൾ ഇവരൊക്കെ റെഡിയായി വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത്, ഓ മൈ ഗോഡ്, ദാറ്റ്സ് സാക്രിലേജ്, ദാറ്റ്സ് ക്രിമിനൽ. അപ്പോൾ എനിക്ക് ആകെ കൂടെ ടെൻഷനിലായിരുന്നു. പക്ഷേ ഞാനന്ന് അവരുടെ പരിപാടിക്ക് പോയി. പ്രോഗ്രാം സ്റ്റാർട്ടഡ് അറ്റ് അറൗണ്ട് 8:30. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 10 മണിക്കങ്ങാണ്ടായിരുന്നു അവളുടെ പരിപാടി. ആ പരിപാടി കഴിഞ്ഞു. ഞാനൊരു വീഡിയോ ക്യാമറ കൊണ്ടുപോയിരുന്നു. ആ വീഡിയോ ക്യാമറ കൊണ്ട് പരിപാടി മുഴുവൻ റെക്കോർഡ് ചെയ്ത് വീഡിയോ ക്യാമറ എൻ്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച് ഞാൻ ഓട്ടോ ഓടി. അവിടെ നിന്ന് ഫുൾ സ്പീഡിലാണ് ഞാൻ ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ എത്തുന്നതും. എത്തിക്കഴിഞ്ഞപ്പോൾ ദാണ്ടട വേണു സാറും രേവതി മാമും രഞ്ജിത്ത് സാറും ഒക്കെ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞിരുന്നു. ഓടിച്ചെന്ന് മേക്കപ്പ് ഇട്ട് 11 മണി എന്നൊരു ഡെഡ് ലൈൻ കീപ്പ് ചെയ്തു. ഞാൻ ജീവിതത്തിൽ മറക്കില്ല ആ ഒരു സംഭവം. പക്ഷെ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ എന്തായി കഥ, എൻ്റെ മോള് പറയണു, അയ്യോ മമ്മ എൻ്റെ ഫസ്റ്റ് ഷോ ആയിട്ട് പോലും മമ്മ വന്നില്ലല്ലോ, മമ്മ യു ആർ നോട്ട് എ ഗുഡ് മമ്മ, യു ഡിഡ് നോട്ട് കം ഫോർ മൈ ഷോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ വിഷമമായി. പക്ഷേ thankfully that video camera with which I recorded came in use, and I showed her the footage, and that is how she realized that I was there for her program. And I was not a bad mama, I was actually a good mama, but I managed both somehow എന്നുള്ളതാണ് സത്യം. സോ ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് എപ്പോഴും ഉണ്ടാവും. യു ജസ്റ്റ് ഹാവ് ടു ലൈക്ക് ലിവ് വിത്ത് ഇറ്റ്. ആൻഡ് പലപ്പോഴും നമുക്ക് പലതും ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദർ ആർ സർട്ടൻ ഓഫ് കോഴ്സ് യു വിൽ ഹാവ് ഗിൽറ്റ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ബട്ട് ലൈക്ക് ഐ സെഡ്, ദ ഫസ്റ്റ് തിങ് ടു ഡു ഇസ്
ത്രോ അവേ ദാറ്റ് ഗിൽറ്റ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വി നീഡ് ടു പ്രയോറിറ്റൈസ്, ഇവാലുവേറ്റ് ആൻഡ് കം ടു എ ഡെസിഷൻ. അതായത് നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളൊരു ഡെസിഷനിൽ എത്തുക എന്നുള്ളതാണ്. ഡിസിഷൻസ് എന്തിനെക്കുറിച്ചാണ് എടുക്കേണ്ടത്? ഹൗ മെനി hours do you want to go out of work? Do you want to have a full-time job or a part-time job? Do you want to work as a freelancer or do you want to work as a full-time employee? Or do you want to just travel out for work? And if at all you're traveling out for work, എത്ര മണിക്കൂറുകൾ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്ത് നിൽക്കാൻ പറ്റും, എത്ര മണിക്കൂർ നമുക്ക് യാത്ര ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങളാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ട് സ്ട്രക്ചർ ഉണ്ടോ? വീട്ടിലെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ഇൻലോസോ ആരെങ്കിലും ഉണ്ടോ? ഹസ്ബൻഡ് വീട്ടിൽ ഇതിലൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിംഗ് ഉള്ള ഒരു വ്യക്തിയാണോ? അതോ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുതാണോ? അവർക്ക് അവരുടെ എന്താ പറയുക നറിഷ്മെൻറ്റ് നീഡ്സിന് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണോ? അതോ കുട്ടികൾ ഇതിലൂടെ വലിയതാണ്, ഇൻഡിപെൻഡൻ്റ് ആണോ? ഈ ചോദ്യങ്ങളൊക്കെ നമ്മളോട് തന്നെ ചോദിക്കേണ്ട കാര്യങ്ങളാണ്. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഫിനാൻഷ്യലി നമ്മൾ കൊണ്ടുവരുന്ന തുക വീട്ടിലേക്ക് എത്ര ഹെൽപ്ഫുള്ളാണ്? ഇസ് ഇറ്റ് സംതിങ് വിച്ച് ഇസ് ഗോയിങ് ടു ടേക്ക് ദ ഹൗസ് എക്സ്പെൻസസ് ഫോർവേഡ്, ഓർ ഹസ്ബൻഡിൻ്റെ ഇൻകമിനെ ഇത്തിരി ഓഗ്മെൻറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണോ നമ്മൾ ജോലിക്ക് പോകുന്നത്? ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ടത് ബേസ്ഡ് ഓൺ ദീസ് ആൻസേഴ്സ് ആണ് ടു ദീസ് ക്വസ്റ്റ്യൻസ്. സോ യു കുഡ് ജോട്ട് ഡൗൺ ദ ക്വസ്റ്റ്യൻസ് യു വാണ്ട് ടു ആസ്ക് യുവർ സെൽഫ് ആൻഡ് കം ടു എ ഡിസിഷൻ. പലപ്പോഴും ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും അല്ലാതെ കാണുന്ന ഇമേജസ് ഒക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ എടുത്തു ചാടി ജോലിക്ക് കയറും. പക്ഷേ ജോലിക്ക് കയറി കഴിയുമ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് നമുക്കത് മാനേജ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ജഗ്ലിംഗ് ആക്ട്. ആൻഡ് ഈ ഒരു പ്രോസസ്സിൽ സ്ട്രെസ്സായി, ടെൻഷനായി, ബേൺഡ് ഔട്ടായി, ഡീമോട്ടിവേറ്റഡായി, അണ്ടർ കോൺഫിഡൻ്റ് ആവുന്ന പല സ്ത്രീകളും അവിടെയുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊന്നും ഫ്രീലി അൺഇമോഷണലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ ഫസ്റ്റ് യു ഇവാലുവേറ്റ് യുവർ സിറ്റുവേഷൻ, then come to a decision. And always remember, നമ്മൾ സ്ട്രെസ്സിലോ ടെൻഷനിലോ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും അമ്മമാർ വീട്ടിലിരുന്ന് മടുത്ത് ഒന്ന് പുറത്തിറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് ഞാനും കടന്നുപോയതാണ്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ജോലിക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാലും സമാധാനം ഇല്ല എന്നുള്ളതാണ്. അനദർ തിങ് ടു റിമെമ്പർ ഇസ്, ഒരിക്കലും സ്ട്രെസ്സും ടെൻഷനും ഉള്ള സമയത്ത് നമ്മൾ മേജർ ഡിസിഷൻസ് ഒന്നും എടുക്കാൻ പാടില്ല. വാട്ട് എവർ ഡിസിഷൻസ് യു ടേക്ക്, യു ഷുഡ് ബി ടേക്കിംഗ് ഇറ്റ് വിത്ത് എ കാം റിലാക്സ്ഡ് മൈൻഡ്. വളരെ ലോജിക്കലായിട്ടുള്ള ഡിസിഷൻസ് എടുക്കണം, അൺഇമോഷണൽ ആയിട്ടുള്ള റെസ്പോൺസസ് ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി വെരി ഒബ്ജക്റ്റീവ് ആൻഡ് റിയലിസ്റ്റിക്. എപ്പോഴും റിമെമ്പർ ചെയ്യുക, ഈ സക്സസ് സ്റ്റോറീസ്, നമ്മൾ ചുറ്റും കാണുന്ന സക്സസ് സ്റ്റോറീസ് ഒന്നും അതിൻ്റെ പിന്നിലുള്ള റിയാലിറ്റീസ് നമ്മൾ ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. അവരുടെ സ്റ്റോറീസ് എന്താ, അത് ഇന്ദിര നോയി ആയാലും ഷാരുൽ സാൻഡ്ബർഗ് ആണെങ്കിലും ആരാണെങ്കിലും ഇവരുടെ റിയൽ സ്റ്റോറീസ് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. ബാക്കിയൊക്കെ നമ്മൾ മീഡിയ കാണുന്നതാണ്. സോ ദാറ്റ് നീഡ് നോട്ട് ബി ദ റിയാലിറ്റി. വി ഓൾ ഹാവ് അവർ ലിമിറ്റേഷൻസ്, വി ഓൾ ഹാവ് അവർ അഡ്വാൻറ്റേജസ്. ഈ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും കണ്ടറിഞ്ഞ് നമ്മുടെ സാഹചര്യങ്ങളെ ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം എന്ത് തരത്തിലുള്ള ജോലി, എത്ര എന്താ പറയുക റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ജോലി, അതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ദ ഡിസിഷൻ ഇസ് യോഴ്സ് ആൻഡ് യോഴ്സ് അലോൺ. അപ്പോൾ നേരത്തെ ഒരു പാർട്ടിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു, എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു സപ്പോർട്ട് സ്ട്രക്ചർ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അത് പേരൻസ് ആവാം. ഇന്ദിര നൂയി പറഞ്ഞ കാര്യമാണ്. ഇൻഫാക്ട് ബിൽഡ് എ സപ്പോർട്ട് സ്ട്രക്ചർ അറൗണ്ട് യു സോ ദാറ്റ് യുവർ ചിൽഡ്രൻ ആർ വെൽ ടേക്കൺ കെയർ ഓഫ് വെൻ യു ആർ അവേ അറ്റ് വർക്ക്. അപ്പോൾ നമുക്കൊരു ഫാമിലി മെമ്പർ ആണെങ്കിലും നമ്മുടെ പേരൻസ്, ഇൻലോസോ, ഹസ്ബൻഡോ, അതല്ലാതെ തന്നെ നമുക്കൊരു ഡൊമസ്റ്റിക് ഹെൽപ്പോ ആരെങ്കിലും, ദർ ഷുഡ് ബി സംബഡി ഹു ഈസ് വില്ലിംഗ് ടു ഗിവ് ദ കെയർ ടു ദ ചിൽഡ്രൻ ആൻഡ് ദി അറ്റൻഷൻ ടു ദ ചിൽഡ്രൻ. വേറൊരു എക്സാമ്പിൾ പറയാം, ഒരു സിമ്പിൾ എക്സാമ്പിളാണ്. ഞാൻ ഷൂട്ടിങ്ങിന് മുമ്പ് ശനിയാഴ്ച ഞായറാഴ്ച ഞാൻ രാവിലെ 11 മണി തൊട്ട് 1 മണി വരെ കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു പതിവ്. ഷൂട്ടിംഗ് എൻ്റെ വീക്കെൻഡ്സിലായതുകൊണ്ട് ഈ പതിവ് തെറ്റാതിരിക്കാൻ വേണ്ടി ഞാനൊരു ട്യൂഷൻ ടീച്ചറിനെ വെച്ചിട്ട്, ഈ ട്യൂഷൻ ടീച്ചറാണ് ഈ 11 മണി തൊട്ട് 1 മണി വരെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കേട്ട് കഴിഞ്ഞാൽ തമാശയാണെന്ന് തോന്നും, LKG UKG ഫസ്റ്റ് സ്റ്റാൻഡർഡിൽ പഠിക്കുന്ന പിള്ളേർക്ക് എന്തിനാണ് ട്യൂഷൻ. പക്ഷേ ആ ടീച്ചർ കാരണം അവരുടെ ആ ചിട്ട തെറ്റാതിരുന്നു. ഞാനില്ലാത്തതിൻ്റെ ആ ഒരു ഡാമേജ് ഉണ്ടായതുമില്ല. ദേ വർ അപ് ടു date on all subjects when the week started. അപ്പോൾ അങ്ങനെ ഒരു ചിട്ട ഉണ്ടാക്കാനും ഇത് റിയലി ഹെൽപ്സ്. ആൻഡ് ദ സപ്പോർട്ട് സ്ട്രക്ചർ കുഡ് ബി എനിബഡി. ആൻഡ് പ്ലീസ് ഡോണ്ട് ഹാവ് ദാറ്റ് ഈഗോ കമ്മിങ് ഇൻ ബിറ്റ്വീൻ. പ്ലീസ് ലീൻ ഔട്ട് ആൻഡ് ആസ്ക് ഫോർ ഹെൽപ്പ് ഇഫ് യു നീഡ് ഇറ്റ്. അടുത്ത കാര്യം, എസ്റ്റാബ്ലിഷ് എ റൂട്ടീൻ എന്നുള്ളതാണ്. എസ്പെഷ്യലി വിത്ത് യുവർ ചിൽഡ്രൻ, ദേ ഷുഡ് നോ എക്സാക്ട്ലി വാട്ട് ടൈം ആർ ദേ സപ്പോസ് ടു ഡു വാട്ട്. അപ്പോൾ ഒരു റൂട്ടീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അത് ശരിക്കും പറഞ്ഞാൽ റൂട്ടീൻ ഉണ്ടാക്കേണ്ട പ്രായം ഇസ് പ്രോബബ്ലി ഫ്രം ദി ഏജ് ഓഫ്
1 till they are 6 or 7, ഒരിക്കൽ ആ റൂട്ടീൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ആ റൂട്ടീൻ അനുസരിച്ചാണ് പൊതുവെ പോവുക. സോ യു നോ what time they have to get up, what time they have to sit down for breakfast, what time is their പ്രത്യേകിച്ച് ട്വിൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ റൂട്ടീനിൽ വളരെ പെർട്ടിക്കുലർ ആയത്. കാരണം 2 കുട്ടികളെ ഒരുപോലെ മാനേജ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ടൈം ടേബിൾ, ഒരു സെറ്റ് റൂട്ടീൻ ഇല്ലാതെ പറ്റില്ല. അപ്പോൾ ഈ റൂട്ടീൻ ഉള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചിൽഡ്രൻ ഗെറ്റ് ഇൻഡിപെൻഡൻറ്റ്, ദേ നോ വാട്ട് ടു ഡു നെക്സ്റ്റ്, ദേ ക്യാൻ പ്രിറ്റി മച്ച് മാനേജ് ഇറ്റ് ഓൺ ദെയർ ഓൺ. ആൻഡ് കുട്ടികളെ ഇൻഡിപെൻഡൻ്റ് ആക്കുക. നമ്മൾ മലയാളികൾ പൊതുവെ ആ കാര്യത്തിൽ പുറകിലാണ്. ഈ നോർത്ത് ഇന്ത്യൻസിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ കുട്ടികളെ വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വളർത്തുന്നത്. നമ്മളാണെങ്കിൽ ഒട്ടും ഇൻഡിപെൻഡൻ്റ് ആക്കില്ല, നേരെ തിരിച്ചാണ്. കുട്ടികളെ സ്നേഹം കാണിക്കുന്നത് ഡിപ്പെൻഡൻസി വളർത്തുന്നതിൻ്റെ കൂടെയാണ്. അപ്പോൾ ആ ഡിപ്പെൻഡൻസി ഇല്ലാതെ അവരെ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആക്കുക. അപ്പോൾ അവരുടെ ഓരോ പ്രായത്തിൽ നമ്മൾ നെറ്റിൽ ചെക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ഓരോ പ്രായത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അത് പേരൻറ്റിങ്ങിൽ ശരിക്കും വരേണ്ട ടോപ്പിക്കാണ്. പക്ഷേ I'll just touch upon it. So ഓരോ പ്രായത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. You have to always remember that you are preparing the child to be an adult and to deal with this world and to not be dependent on you. You have to make them as independent, and this my husband used to insist on, and that's how I have learned to train myself as a mom to make my children more independent and self-sufficient. The next thing is kind of contrary to what you always hear, which is basically about perfection. Don't aim for perfection. As a mother and as a working mother, it will not always be perfect. You cannot be the perfect mother and the perfect professional all at the same time. നമ്മുടെ ആ ഒരു ജീവിതത്തിൽ ആ ഒരു പോയിന്റ് ഇൻ ടൈമിൽ വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്? Is your workplace more important or giving priorities to your little children more important? That is for you to decide. പക്ഷെ എല്ലാം കൊണ്ടും എല്ലാം പെർഫെക്റ്റ് ആവും എന്ന് വാശി പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം നടന്നെന്ന് വരില്ല. നമുക്ക് സ്ട്രെസ്സും ടെൻഷനും കൂടുതലുണ്ടാവും എന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രയോജനവും ഉണ്ടാവില്ല by aiming for perfection. And the next point is, it's very interesting, be a killer negotiator, especially with your husbands. കാരണം നമ്മുടെ ഹസ്ബൻഡ്സും നമ്മുടെ the men in your lives, you know how it is. They have probably been raised by women who have not gone to work and always been available around the house and have taken care of their needs. അപ്പോൾ അങ്ങനെ ഒരു ചുറ്റുപാടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു സർക്കംസ്റ്റൻസിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് സിറ്റി ലൈഫിലേക്ക് വരുന്ന ഒരു വർക്കിംഗ് വുമൻ ആണ് ഫോർ എ വൈഫ്, ആൻഡ് ഹി ഹാസ് ടു ചിപ്പ് ഇൻ, ഹി ഹാസ് ടു ടേക്ക് കെയർ ഓഫ് എവറി റിക്വയർമെൻറ്റ്, ബി എ പാർട്ട്ണർ ആൻഡ് ഹാൻഡ്സ് ഓൺ ഹസ്ബൻഡ്, ഹാൻഡ്സ് ഓൺ ഫാദർ. ഇതൊക്കെ പെട്ടെന്ന് വരുമ്പോൾ ഭയങ്കര പ്രയാസമായിട്ട് അവർക്ക് തോന്നും. ബിക്കോസ് ഇറ്റ് ജസ്റ്റ് നോട്ട് യൂസ് ടു ഡൂയിങ് ഓൾ ദീസ് തിങ്സ് ആൻഡ് ദേ ജസ്റ്റ് യൂസ് ടു ബീങ് ലേസി. പക്ഷേ ദ പോയിന്റ് ഇസ് വി ഷുഡ് നോട്ട് ഗിവ് അപ്പ് ആൻഡ് യു ഷുഡ് കോൺസ്റ്റൻ്റ്ലി നെഗോഷിയേറ്റ് ആൻഡ് ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. ഇപ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്യുകയാണെങ്കിൽ ആ കാര്യം മറ്റേ കാര്യം പുള്ളിക്കാരൻ ചെയ്യണം അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യണം എന്നുള്ളൊരു ഒരു വാശിയല്ല, ഒരു കോൺസ്റ്റൻറ്റ് ലോജിക്കൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. And the point is not to give up. I mean, I think a marriage breaks down when you give up fighting. That's my theory. So don't stop fighting, but that fighting need not be vicious. It should be just to the point of being an aggressive negotiator. You need to sharpen your negotiation skills with your husband to enable him to take on more and to share the responsibilities as a caregiver to your children. Okay guys, I hope you liked what I shared in this video and especially the killer negotiator part. And നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. And do share it with your like-minded friends or friends who might perhaps benefit from this video. Do remember to subscribe and also press the bell notification for further updates. ഇതൊക്കെ എനിക്കും പുതിയതാണ്, ഞാനും ഇതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. But if you subscribe and support me, that will be a huge encouragement. I have an Instagram account and I also have a Facebook account. The links are given below. If Facebook account and Instagram vadi, I would be sharing updates on what I plan to post next. I would give you some idea, and do watch out for that space, and I will see you soon, and please take care of yourself. Please be well.